ഇച്ചാൻ കില എന്ന ഈ വലിയ കോട്ടയ്ക്കുള്ളിൽ 50-ലധികം സ്മാരകങ്ങളും വളരെ പുരാതനമായ 50-ലധികം സ്മാരകങ്ങളും ഏതാണ്ട് 250ഓളം വീടുകളുമുണ്ട്. 19ഉം 18ഉം 19ഉം നൂറ്റാണ്ടിൽ നിർമ്മിച്ച വീടുകളാണ് ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത. ഇതിൻ്റെ പഴമ അതേപടി സൂക്ഷിച്ചുകൊണ്ട് അതിൻ്റെ നിറവും അതിൻ്റെ നിർമ്മാണവും അതിൽ ഉപയോഗിച്ചിരിക്കുന്ന സാധന സാമഗ്രികളും എല്ലാം അതേപടി നിലനിർത്തിക്കൊണ്ട് ആധുനികമായ രീതിയിൽ അതിനെ പുനർനിർമ്മിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാലം നിശ്ചലമായി നിൽക്കുന്ന ഇച്ചാൻ കല, മണൽക്കാടുകൾക്ക് നടുവിൽ ടെറാക്കോട്ടയിൽ മെനഞ്ഞെടുത്ത ഒരു മാന്ത്രിക നഗരം. അതാണ് പടിഞ്ഞാറൻ ഉസ്ബെക്കിസ്ഥാനിലെ ഖിവ. പണ്ട് സിൽക്ക് റോഡിലൂടെ കച്ചവടക്കാർ കടുപ്പമേറിയ പേർഷ്യൻ മരുഭൂമി കടക്കുന്നതിന് മുൻപ് അവസാനമായി വിശ്രമിച്ചിരുന്ന ഇടമാണിത്. ഒട്ടകങ്ങളുടെ പൂഞ്ഞി താങ്ങി നടക്കുന്ന ഈ സാർത്ഥവാഹക സംഘത്തിന്റെ വെങ്കല പ്രതിമകൾ ആ പഴയ കച്ചവടപ്പാതയുടെ കഥകൾ പറയുന്നവയാണ്. ഇച്ചാൻ കല എന്നാൽ അകത്തെ നഗരം എന്നാണ്. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ 1990 ഇടം പിടിച്ച ഉസ്ബെക്കിസ്ഥാനിലെ ആദ്യ ചരിത്രഭൂമിയാണിത്. ഐതിഹ്യങ്ങൾ പറയുന്നത് നോഹയുടെ മകൻ ഷേം ഒരു മധുരമൂറുന്ന വെള്ളമുള്ള കിണർ ഇവിടെ കണ്ടെത്തിയെന്നും അങ്ങനെയാണ് ഈ നഗരം ജനിച്ചതെന്നുമാണ്. ലക്ഷ്യമേതെന്നറിയാതെ അലഞ്ഞ ദേശാടകർ 2500-ലധികം വർഷം മുൻപ് സ്ഥാപിച്ചതാണ് ഈ നഗരമെന്ന് പുരാവസ്തുക്കൾ സാക്ഷ്യം പറയുന്നു. മുപ്പത് മീറ്റർ ഇടവിട്ട് അർദ്ധവൃത്താകൃതിയിലുള്ള കാവൽ ഗോപുരങ്ങൾ ബലിഷ്ഠമാക്കിയ 10 അടിയോളം ഉയരമുള്ള കൂറ്റൻ മണൽക്കോട്ട ഇച്ചാൻ കലയെ നിർഭേദ്യമായ നഗരമാക്കി ഇന്ന് നിലനിർത്തുന്നു. ശത്രു സംഹാരത്തിനപ്പുറം ദുർഗ്രാഹ്യമായ ചരിത്രമുറങ്ങുന്ന കോട്ടയാണ് ഇച്ചാൻ കല. പൂർവ്വദേശത്തെ സുഗന്ധവ്യഞ്ജനങ്ങളും പറക്കും പരവതാനികളും വിറ്റഴിച്ചിരുന്ന ഈ നഗരം പണ്ട് മധ്യേഷ്യയിലെ ഏറ്റവും വലിയ അടിമച്ചന്ത കൂടിയായിരുന്നുവെന്ന കറുത്ത ചരിത്രവും ഇതിനുണ്ട്. പടിഞ്ഞാറേ കവാടത്തിലൂടെ അകത്തേക്ക് കടന്നാൽ പെട്ടെന്ന് 1000 വർഷം പിന്നാക്കം പോയതുപോലെ തോന്നും. സിൽക്ക് റൂട്ട് കാലത്തെ വാണിഭത്തിന്റെ നേർക്കാഴ്ച പോലെ ഇരുവശവും കച്ചവടക്കാർ. ഉസ്ബക്കുകാരുടെ ചുഗിർമ എന്ന രോമത്തൊപ്പികൾ മുതൽ അലാവുദ്ദീൻ അത്ഭുത വിളക്കേന്തി പറന്നുവന്ന പരവതാനി വരെ ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു. ഒരു കാഴ്ചയുടെയും വട്ടക്കൂടിനുള്ളിൽ ഒതുങ്ങാതെ നീലാകാശത്തേക്ക് തലയുയർത്തി നിൽക്കുന്നു കൽത്ത മൈനർ എന്ന പണിതീരാത്ത ഗോപുരം. കടും നീലയും പച്ചയും കലർന്ന ടൈലുകൾ പതിപ്പിച്ച ഈ മിനാരറ്റ് മുസ്ലിം ലോകത്തിലെ ഏറ്റവും വലുതും ഉയരമുള്ളതുമായ മിനാരമായി മാറേണ്ടതായിരുന്നു. ഖിവ ഖാനേറ്റിന്റെ ഖാൻ മുഹമ്മദ് അമീൻ ബഹാദൂർ ഖാൻ കുത്തബ് മീനാറിനേക്കാൾ ഉയരമുള്ള മിനാരമാണ് നിർമ്മിക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷേ 1855 ഇറാനിലേക്കുള്ള സൈനിക മുന്നേറ്റത്തിൽ ഖാൻ വീരമൃത്യു വരിച്ചതിനെ തുടർന്ന് പണി പാതി വഴിയിൽ നിലച്ചുപോയി. മുഹമ്മദ് അമീൻ ഖാൻ മദ്രസ മധ്യേഷ്യയിലെ ഏറ്റവും വലിയ വൈജ്ഞാനിക കേന്ദ്രമായിരുന്നു. ഒരു കാലത്ത് 250ഓളം വിദ്യാർത്ഥികൾ ഇവിടെ പഠിച്ചിരുന്നു. ശില്പചിത്രകലകളിൽ മനുഷ്യരൂപങ്ങൾക്ക് വിലക്കുണ്ടായിരുന്നതിനാൽ ചുവരുകളും വാതിലുകളും പൂക്കളും മഹത്വജനങ്ങളും കൊണ്ട് കൊത്തി അലങ്കരിച്ചിരിക്കുന്നു. ഇച്ചാൻ കലയിൽ ഉസ്ബക്ക് രുചികൾക്ക് അറിവ് വഴിമാറിയിരിക്കുന്നു. ഒരു കാലത്ത് വിജ്ഞാനം പകർന്നിരുന്ന മദ്രസ ഇന്ന് ഹോട്ടലുകളും റെസ്റ്റോറന്റുകളുമാണ്. കുന്യ ആർക്ക് കോട്ടയിൽ ഖിവ ഭരിച്ചിരുന്ന ഖാൻമാരുടെ സർവ്വപ്രതാപവും നിറഞ്ഞു നിൽക്കുന്നു. ഇത് ഇച്ചാൻ കലയ്ക്കുള്ളിലെ മറ്റൊരു കോട്ടയാണ്. കുനിരിഷ് ഖാന അഥവാ സിംഹാസനമുള്ള ഈ മുറിയിലായിരുന്നു ഖാൻ വിദേശ പ്രതിനിധികളെ സ്വീകരിച്ചിരുന്നത്. രാജാവിന്റെ കിടപ്പുമുറി മുതൽ പുരാതന നാണയങ്ങൾ നിർമ്മിച്ചിരുന്ന കമ്മട്ടങ്ങൾ വരെ ഇവിടുത്തെ ചരിത്രത്തിന്റെ ഭാഗമാണ്. രാജ്ഞിമാർക്ക് ശയനമുറിയിലേക്ക് മുഖ്യവാതിലും വെപ്പാട്ടിമാർക്ക് ഒളിവാതിലും ഒരുക്കിയിരുന്നു. ശരീരത്തിൽ വിഷം പുരട്ടി രാജാവിനെ അപായപ്പെടുത്താതിരിക്കാൻ അവർക്ക് പ്രത്യേക കുളിമുറിയും ഇതിനുള്ളിൽ തയ്യാറായിരുന്നു. അതിമനോഹരമായ കൊത്തുപണികളാൽ അലങ്കൃതമായ 212 തൂണുകളുള്ള ജുമാ മസ്ജിദ് ഇച്ചാൻ കലയിലെ മറ്റൊരു ശില്പവിസ്മയമാണ്.
ഓരോ തൂണിലെയും കരവിരുത് മറ്റൊന്നിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. ചില ചിത്രത്തൂണുകൾ 10 നൂറ്റാണ്ടുകളോളം പഴക്കമുള്ളവയുമാണ്. ഇത് ചരിത്രം പ്രദർശനത്തിന് വെച്ചിരിക്കുന്ന നഗരമല്ല, ഇന്നും ആളുകൾ താമസിക്കുന്ന സജീവമായ ഒരിടമാണ്. 1000 വർഷം മുൻപെന്ന പോലെ ഇന്നും ഇവിടെ നെയ്ത്തുകാരും കരകൗശല വിദഗ്ധരും തങ്ങളുടെ ജോലിയിൽ മുഴുകുന്നു. അങ്ങനെ മധ്യേഷ്യൻ ചരിത്രം ഇച്ചാൻ കലയിൽ പുനർജനിക്കുന്നു. ഉസ്ബെക്ക് തലസ്ഥാനമായ താഷ്കന്തിൽ നിന്ന് ജിലോലുദ്ദീൻ മംഗുബെർഡി എന്ന അതിവേഗ ട്രെയിനിൽ 7.5 മണിക്കൂർ കൊണ്ട് ഇവിടെ എത്താം. ഇച്ചാൻ കലയ്ക്ക് പുറത്ത് പഴയ മദ്രസകളും കൊട്ടാരങ്ങളും ഹോട്ടലുകളാക്കി അതിഥികളെ കാത്തിരിക്കുന്നു. കീശയിൽ ഒതുങ്ങുന്ന നിരക്കിൽ ഇവിടെ ആഡംബരപൂർവ്വം താമസിക്കാം.